പോയിട്ടോ സ്റ്റാലിലേക്കും പാണ്ട് പറഞ്ഞോളി. വന്നു അങ്ങനെ നമ്മൾ ഒറ്റമൈൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ടോ. ചെക്കന്മാരെല്ലാരും പോകല്ലേ ഊസിയ ഒറ്റമൈൻഡ് സ്റ്റാർട്ട് ചെയ്ത് പോലെ രണ്ടൽമറ്റേ പോലെ കൊടുക്കി ചെക്കനല്ല പ്രായമുള്ള അടുത്തെടുത്ത് പറയുന്നു നിഷാന്റെ ഒറ്റ മൈൻഡിൽ ഇറങ്ങി വന്നതാണ്. അപ്പോ ശാന്തിയുടെ സമാധാനത്തിന്റെ മാർഗത്തിൽ ഒരുപറ്റം യുവാക്കൾ പോയിക്കൊണ്ടിരിക്കും. ശാന്തി സമാധാനം അപ്പൊ നമ്മൾ പോണ ഫുൾ വീഡിയോ കാണിച്ചു തരട്ടോ. രാവിലെ എണീറ്റത് മുതൽ നമ്മൾ പോണത് ഫുൾ കാണിച്ചു തരും. പക്ഷെ ചെറിയ പ്രശ്നം എന്താ വെച്ചാല് വണ്ടിമയാണ് ബൈക്കുമയാണ്. അപ്പൊ അതിന്റെ ചെറിയ പോരായ്മകൾ ഉണ്ടാവും. നമുക്ക് നിർത്തി വ്ലോഗ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഓക്കെ പാട്ടിനൊത്ത് തുള്ളാട്ടോ. നാട്ടുകാർ കഞ്ചാവ് അറിയാവോ? ഓരോരോ മൂട് പൊളിമൂട് അല്ലാ മാഷാ അല്ലാത്ത വർത്താനോ സുഖല്ലേ പറഞ്ഞതാണ് ഒറ്റ മൈൻഡ് പറഞ്ഞ വാക്കിന് വില വേണം ആണുങ്ങളായ. അല്ലാതെ കടന്നുറങ്ങാൻ നിൽക്കരുത്. ഇന്നലെ ഞാൻ വൈകുന്നേരം പറഞ്ഞാണ് പോരുന്നത്. അപ്പൊ ഓനും സുബൈക്ക് നീച്ചാൻ പറ്റാത്തോല് വണ്ടി ഇല്ലാത്തോല് ഒപ്പിച്ച് വരണ്ടേ. ഈ ചെക്കനെ ഇന്റെ ചെക്കൻ രാത്രി ഉറങ്ങിയിട്ടില്ല. എവിടെ ചിഞ്ചുലാലെവിടെ ഓരോരുത്തരെ വിളിച്ചു കാണ്ട് നീപ്പിച്ച പല്ലേപ്പിച്ച കുളിപ്പിച്ച. നമ്മൾ പോണ സ്ഥലം ആരെ വരില്ല ഇത് പറഞ്ഞപ്പോ ഒരു 3 മണിക്കുണ്ട് പൂല് തുടങ്ങി എല്ലാവർക്കും. ചിഞ്ചുണ്ടേ ഇവനാണ് ഗായ്സിനെ 4 മണിക്ക് വിളിച്ചു. 9 സുബൈക്ക് നീച്ചു വെച്ചു. നീച്ചു കാരണം ഞാൻ കട്ടെ. ഞാൻ പിന്നെയും കടന്നു പോയി. പിന്നെ 4:30 വിളിച്ചു. നീച്ചു പറഞ്ഞു പിന്നെയും കാണും. 5 മണിക്ക് വിളിച്ചാണ് ഫിറ്റ് ഇട്ട്. അതിൽ പിന്നെ നീച്ച് പിന്നെ പല്ലേ ചോദിച്ചു ചായ ചോദിച്ചു. അങ്ങനെ മുട്ടിന് വിളിച്ച നല്ലൊരു ചെക്കൻ. അപ്പൊ ഇങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ട്രിപ്പ് ഓണാവെന്ന് പറയാം. അതിന് വേണ്ടിയാണ്. എവിടെയെങ്കിലും പോകാണ്ടെങ്കിൽ ഓനെ വിളിച്ചോളി നീപ്പിച്ച അലാറാണ്. അപ്പൊ നമ്മളെ കൂട്ടത്തിൽ അലാറ് ആരാണ്? നമ്മളെ കൂട്ടത്തിൽ അലാറാരാ? പോയേരിട്ടാ ഷെറാക്കി സെറ്റപ്പാക്കി ഇവിടെ ട്രിപ്പിനെ കുറിച്ച് ട്രിപ്പ് നമ്മൾ ഉണ്ടാക്കിയത് നമ്മളല്ലേ ഒറ്റ വൈബ്. ഓന്റെ തറവാടാണ് ഈ ഹട്ടി വരുന്ന സ്ഥലം. വേറെ ഉടുക്കും അളിയാൻ പോകൂല. ഹട്ടി ഞായറാഴ്ച ഒരു ദിവസം ഉണ്ടോ ഹട്ടി. പിന്നെ എന്നാ ഹോളിഡേ ഉണ്ടോ ഹട്ടി. അതിന്റെ അപ്പുറത്തേക്കും പോകൂല. നല്ലൊരു യുവാവാണ്. അപ്പൊ ചെക്കൻ കൈവിട്ട് പോകൂല. ഇവിടുന്ന് പോയാലും ഹട്ടിയിലുണ്ടാവും. മൈൻഡ് ഫ്രീ ആവണോ ഹട്ടി പോണം. എന്തല്ലേ പിന്നൊക്കെ പെണ്ണുങ്ങൾക്ക് സുഖമാകുമ്പോ പെണ്ണെട്ടിയ എല്ലാം ഞായറാഴ്ച ഹട്ടിക്ക് പോവാ. ഹട്ടിന്റെ ആളാലേച്ച്. അപ്പൊ എന്താ വെച്ചാല് നമ്മള് രാവിലെ നാടുകാണി എത്തിക്കഴിഞ്ഞാ ചായ നല്ല ഉഴുന്നോടി പറഞ്ഞ അത് വേണമെന്നുണ്ടെങ്കിൽ എവിടെ പോരി അത് കാട്ടി കൊടുത്താ. അറബിയാണ്. അല്ല അറബിയല്ല തമിഴാണ്. വായിച്ചറിയില്ല. എന്നിട്ട് അപ്പൊ അവിടുന്ന് കഴിക്കാം. തന്ത 8 എണ്ണം ഞാനൊരു 5 എണ്ണം. എത്ര തിന്നത് കണക്കില്ല. അത് എത്ര കോപ്പിറൈറ്റ് വരും. 3 വരും. അപ്പൊ പാർട്ട്നേഴ്സിന്റെ കളിയാണ്. അതായത് ഹെൽമെറ്റിന് വേണ്ടി തല്ലൂടാ. മിന്നാജിന്റെ ഹെൽമെറ്റ് നോക്കി സൂപ്പറാണ്. ഇത് വന്നു ന്യൂസ് ആണ് കേട്ടോ. ഇപ്പോൾ കിട്ടിയ വാർത്ത. എപ്പ കേറിക്കൽ തുടങ്ങിയാലോ ഒരു വണ്ടി ദൂരെ എടുത്തിട്ടോ അടക്കണോ പോലെ എല്ലാത്തൊരു വള്ളി എവിടേക്കും തിരിയാൻ പറ്റും. ഓട്ടോറിക്ഷക്കാരാ പോലെ എന്താണ്ട് പ്ലാൻ മാറ്റിയോ? കൂടി വൈ ഊട്ടി ഊട്ടിയാക്കിയോ? എന്നിട്ടാ അപ്പൊ അതാ വണ്ടിയുടെ ഇവിടെ വണ്ടി ഉണ്ടെങ്കിലോ. വണ്ടി എവിടെ? പാമ്പ് ഇവിടെ കൊട്ടഞ്ഞ കൊണ്ടാകാതെ പോവല്ലേ. ഛർദിക്ക പോട്ടെ. 7 മാസാണ് എന്റെ കുട്ടിക്ക്. അപ്പൊ ഗായ്സ് ഇനി പോണ മസിനെ കൂടി ഊട്ടി. ഒറ്റ വൈബ് ഊട്ടി 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 ഊട്ടി. ബായൊക്കെ ഉണ്ട് ഊട്ടിക്ക്. ബായൊക്കെ ഉണ്ട് ഊട്ടിക്ക്. ഏതായാലും കേറായ്മേ
എന്നാ പോയി നോക്കാം. ഇപ്പൊ ഓക്കെ, ഇപ്പൊ ബായി ഓക്കെ. ഒരു ഉമ്മ പറ്റ മക്കളെ മാതിരി. പൊട്ടെ 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 പൊട്ടെ. അപ്പൊ ഗായ്സ് നമ്മള് അവിടെ എത്തിയിട്ട് കാണട്ടോ. ബായ് സീനുണ്ട് ഗായ്സ്, സീന് ബായ് കറക്റ്റ് ഗായ്സ്. ഒരു ഗ്യാങ് മൊത്തം പറയുന്നു ഓ ബായിയാണ്. ഈ മക്കളെ ഒരു കാടാവുമ്പോ കരടി മാന് എല്ലാം ഉണ്ടാവും. പക്ഷെ നമ്മൾ വരുന്ന അതല്ല, കാട് ഭരിക്കണ രാജാവിനാണ്. കിങ്സ് 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 ഏത്. അപ്പൊ കുറച്ച് കിങ്സാണ് ഇങ്ങനെ പോയൊക്കെയാണ്. കാട്ടിലൂടെ ഒരു യാത്ര പോയിട്ടുണ്ട് കൂട്ടരെ നിങ്ങൾ. ആന ഇറങ്ങുന്ന സ്ഥലം, ആന ചോല കണ്ട് പുഴകൾ കണ്ട് പുള്ളിമാനോ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ. ഓ മയില് 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 എല്ലാരും ഉണ്ട്, എല്ലാരും ഉണ്ട്. വണ്ടിക്കാര് തമ്മിൽ അടിപ്പേരി ബോയ്മാരോ ഭായിമാരും മലയാളീസും തമ്മിൽ എന്തൊക്കെയോ പറയണ്ട അവിടെ. അപ്പൊ ചിരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ പോലെ അടി കാണാം, അല്ലെങ്കിൽ നമുക്ക് വല്ല മാനോ കുയിലിനെയൊക്കെ കാണാം. അടി 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 അടി. അടുത്തോ. ഓ മങ്കി മങ്കി റോഷ 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 റോഷ. എന്താ വൈബ്? അച്ഛാ മൂട് എന്നൊക്കെ. മസാനാകുടി ഗൈസ്, മസാനാകുടി കണ്ടേ പോലെ. ഞങ്ങൾ പോകാണ് മസാനാകുടിക്ക് പോകാണ്, ഒറ്റ വൈബില് പോകാണ്, നിശാന്റെ ഒപ്പം പോകാണ്. ധൈര്യൊന്നും പെൽക്കില്ല. 10K ഫോളോവേഴ്സ് അറിഞ്ഞ അപ്പൊ പറഞ്ഞാ പോയിക്കോളി പോയിക്കോളി. ചെക്ക് ചെയ്ത് എന്തല്ലേ ആംബുലൻസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. കാണുണ്ട് നിങ്ങള് ശ്രദ്ധിച്ചു നോക്കി, ആംബുലൻസ് ഒക്കെ വരുന്നുണ്ട് കണ്ടോ. ആംബുലൻസ് NMDU നന്ദുവിന്റെ ആംബുലൻസ്. ഇവിടെ നോക്കി ഗായ്സ്, ഇവിടുത്തെ പാലത്തിനൊന്നും കൈവേരില്ല. ഇവിടുത്തെ വികസനം പോരാ, MLA പോരാ, കൈവേരിയല്ല കൈവേരി. അപ്പൊ നമ്മൾ ഇവിടെ നിന്നാണ് പോകുമ്പോൾ ആ വണ്ടിക്കാരൻ നിന്നിരുന്നു നോക്കി. അതാണ് നോക്കുക. അത് എന്താണ് തന്റെ എന്ത് വണ്ടിയാണ് കാക്കയാ? ടയറിന് എത്ര ടയർ കൊടുക്കണ്ട ചോദിച്ചാലോ? നല്ല ടയർ അത് ഉരുട്ടി കളിച്ചല്ലേ വട്ടക്കിയാണ്ട്. ഒരു അണ്ടി മസനഗുഡിയായി ഊട്ടിയിലേക്ക് ഒരു യാത്ര വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. അതിൽ പെട്ടതാണ് ഈ കാണുന്നത്. നിങ്ങളോട് സംസാരിക്കുന്നത് ഞാൻ MHD റോഷൻ. മസാനഗുഡിയായി ഊട്ടിയിലേക്ക് ഒരു യാത്ര. ഇതാണ് ആ പാലം, പ്രസിദ്ധമായ ആ പാലം. ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന പാലം. ഉറങ്ങട്ടെ, ചരിത്രം അവിടെ ഉറങ്ങട്ടെ. ജാതി ബ്യൂട്ടി കാണുന്നുണ്ടോ നിങ്ങള് ഗൈസ്? കാണുന്നുണ്ടോ? ഒരു യാത്ര വല്ലാത്തൊരു ചീഞ്ഞ എക്സ്പീരിയൻസ് ആണ്. പറയാൻ വാക്കുകളില്ല. രണ്ട് സൈഡിലും മാന്, കരടി, ആന, പുലി, പിന്നെ കാട്ടിലെ രാജാവ് സിംഹം. പിന്നെ കരടി, മാന്. അപ്പൊ അങ്ങനെയൊക്കെയാണ് നല്ലൊരു എക്സ്പീരിയൻസ് കണ്ടത്. പക്ഷെ ബൈക്കുമേ നല്ല ക്ഷീണുണ്ട്, പുട്ടിത്ത ക്ഷീണം. ഒന്ന് മാറി തരുമോ? ഒരു ഫോട്ടോ ഒക്കെ എടുക്കണം. അപ്പൊ നമ്മള് കാണിച്ചു തരാം, ഫോറസ്റ്റ് കാണിച്ചു തരാം നിങ്ങൾക്ക്. നോയിക്കോളി. പോകാണ് ഞങ്ങൾ പോകാണ് മസാനഗുഡിക്ക് പോകാണ്, നിശാന്റെ ഒപ്പം പോകാണ്, ഒറ്റ വൈബില് പോകാണ്. സുലാഫുണ്ട്, ജസ്മലുണ്ട്, ചിഞ്ചുണ്ട്. സുലാഫുണ്ട്, ജസ്മലുണ്ട്, ചിഞ്ചുണ്ട്. ഒറ്റ വൈബില് പോകാണ് മസാനഗുഡിക്ക് പോകാണ്. ഹായ് സായിപ്പാണതേ. ആരെ പോനെ? ഞാൻ എടുത്താലോ.
ചാറ്റണ്ട ചങ്ങായി ചാറ്റന്നില്ല ഞാൻ കിട്ടും എനിക്കറിയില്ല മലപ്പുറത്ത് വരെ കേട്ടോ മുട്ടാണ്ടോ മുട്ടാണ്ടോ എനിക്കറിയില്ല സാഹിബിന് കിട്ടും ചേർന്നവന് അവര് പോസ്റ്റ് ആയി ഗായ്സ്. ഞാൻ അടുത്ത വണ്ടിക്കാരൻ ഫോറസ്റ്റുകാർ വന്നാൽ അവിടുന്ന് മിന്നണുണ്ടോ അറിയില്ല ഇവിടെ ഇറങ്ങാൻ പറ്റുമെന്നുള്ളത്. പണ്ട് ഇതേപോലെ ഒന്ന് ഇറങ്ങി ഫൈൻ കിട്ടിയതാ. അധികം കാലം പിടിച്ചിട്ടാണ് അന്ന് പോകുന്നത്. ആളും മനുഷ്യനില്ലാത്ത റോഡ്. ആകെ ഫോറസ്റ്റുകാരൻ വരുന്നുണ്ടടാ. ഒരു വണ്ടി വരുന്നുണ്ട്. പടച്ച റബ്ബേ ഫോറസ്റ്റാ. ഇപ്പൊ യൂണിയന്റെ ആളാണ് ഫോറസ്റ്റുകാരാ. ഇപ്പൊ യൂണിയന്റെ ആളാ. പരാതി ആയിക്കോട്ടെ. അന്നൊക്കെ മനസ്സിലാക്കാനായി. ഫേക്ക് ഫ്രണ്ടാ ഇജു. ഫേക്ക് ഫ്രണ്ടാണോ പട്ടി? അതൊക്കെ മനസ്സിലാക്കാനായി. ചെന്ന വേഗം ഫോറസ്റ്റുകാർ അതിലെന്താ വെച്ചാൽ കാട്ടിക്കോ. നമ്മളെ അല്ല ഈ ഇന്നോവന് പോയിക്കോട്ടെ. ഇന്നോവന് പോട്ടെ. ഓലൊക്കെ പോയിട്ടോ നമ്മളൊറ്റക്ക് കൊടും കാട്ടിൽ വിജൃംഭിച്ച കാട്. എന്താ വിജൃംഭിച്ച കാട് അത് കേട്ടില്ല ജി? എന്തോ സാധനം ഉണ്ട് കാര്യമായിട്ട്. വിജൃംഭിച്ച കാട്ടിൽ ഞങ്ങൾ ഒറ്റക്കാട്ടോ. പോകാം. ഇപ്പൊ ഫോറസ്റ്റുകാർ മേതെന്ത് പിടിച്ചിരിക്കണ്ടോ. മസനഗുഡിയിൽ നമുക്ക് വൻ സ്വീകരണമാണ് ഇവിടെ നമുക്ക്. ആകെ ആൾക്കാർ ഒരു മനുഷ്യൻ നമ്മളറിയില്ല. ആകെ ഫാൻസ് ആണ് അല്ലേ? മനസ്സിലായി. ഒക്കെ കാടും മലയും ഒക്കെ നമ്മൾ സംസാരിക്കും. എന്ത് ഞാൻ പറയും നിങ്ങൾ പൊട്ടന്മാരാണ് ഇങ്ങനെ കേട്ടോ. അടുത്ത ബ്ലോഗാണ് ഈ ഭാഗ്യം.